Welcome to this new session on Hello students. Fundamentals of Investment. Hello students, welcome to this new session. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് മാർക്കോവിറ്റ്സ് മോഡലിനെ കുറിച്ചാണ്. Now മാർക്കോവിറ്റ്സ് മോഡൽ എന്ന് പറയുന്നത് ഇറ്റ് വാസ് പോസ്റ്റുലേറ്റഡ് ബൈ ഹാരി മാർക്കോവിറ്റ്സ് ഇൻ 1952. Now ഈ പറഞ്ഞിട്ടുള്ള മാർക്കോവിറ്റ്സ് മോഡൽ ഈ മോഡേൺ പോർട്ട്ഫോളിയോ തിയറി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. മോഡേൺ പോർട്ട്ഫോളിയോ തിയറിയുടെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഈ പറഞ്ഞിട്ടുള്ള മാർക്കോവിറ്റ്സ് മോഡലിൻ്റെ ബേസിസിൽ നിന്നാണ്. Now this entire theory is nothing, it's a theoretical framework for analyzing the risk and return. റിസ്ക്കും റിട്ടേണും അനലൈസ് ചെയ്യാനായിട്ടുള്ളൊരു തിയററ്റിക്കൽ ഫ്രെയിംവർക്കാണ്. ആൻഡ് ഇതിനകത്ത് നമ്മൾ ദിസ് പെർട്ടിക്കുലർ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് യൂസ് ചെയ്തിട്ട് നമ്മൾ റിസ്ക് മെഷർ ചെയ്തു ആൻഡ് മാത്തമാറ്റിക്കൽ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തിട്ട് നമ്മൾ അസറ്റ് സെലക്ഷൻ നടത്തി. Now what you have to understand is that ഹാരി മാർക്കോവിറ്റ്സിൻ്റെ ഈ കോൺട്രിബ്യൂഷനാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. ഓക്കെ, ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പുട്ട് ഫോർവേഡ് ചെയ്തത്. വാട്ട് ഹിസ് ഐഡിയാസ് ഓർ സജഷൻ വാസ് ദാറ്റ് നമ്മൾ അത്യാവശ്യത്തിന് നമ്മളൊരു പർട്ടിക്കുലർ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽ അസറ്റിനെ മാത്രം നോക്കിയെടുക്കണേക്കാളും നല്ലത് ഒരു പോർട്ട്ഫോളിയോ രീതിയിൽ കാര്യങ്ങളിൽ ഡൈവേഴ്സിഫൈ ചെയ്ത് പോവുകയാണെങ്കിൽ ഉള്ള ഒരു പോർട്ട്ഫോളിയോ rather than choose just നമ്മൾ സാധാരണ ഒരു പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇറ്റ്സ് നത്തിങ് ബട്ട് ദി വാട്ട് യു സേ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഓക്കെ, പക്ഷേ ഡൈവേഴ്സിഫിക്കേഷൻ എന്നൊരു കൺസെപ്റ്റ് പോർട്ട്ഫോളിയോ അപ്ലൈ ചെയ്യുമ്പോഴാണ് അതൊരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ആവുന്നത്. Now ഈ ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫാക്ട് ദാറ്റ് അതിൻ്റെ ഉള്ളിലുള്ള സെക്യൂരിറ്റീസ് ഉണ്ടല്ലോ, സെക്യൂരിറ്റി എ, സെക്യൂരിറ്റി ബി, സെക്യൂരിറ്റി സി, അങ്ങനെ ഒരു 4-5 സെക്യൂരിറ്റീസ് ആയിരിക്കും ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നത്. Now ഈ സെക്യൂരിറ്റീസിന് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള കോവേരിയൻസ് എന്ന് പറയുന്നത് ഇറ്റ് മൈറ്റ് ബി വെരി ലോ ഓർ നെഗറ്റീവ്. അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരു പോർട്ട്ഫോളിയോയുടെ ഒരു സെക്യൂരിറ്റി ലോസ് വരുന്നുണ്ടെങ്കിൽ ആ ലോസ് നമുക്ക് ബാക്കിയുള്ള സെക്യൂരിറ്റീസിലെ ഗെയിൻ കൊണ്ട് ഓഫ്സെറ്റ് ചെയ്യിപ്പിക്കാം. ദാറ്റ് ഈസ് ദി എസെൻസ് ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ. നൗ ഈ കൺസെപ്റ്റിൽ റിസ്ക് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ വേരിയൻസ് അറൗണ്ട് ദി മീനിൻ്റെ ഇടയിലുള്ള മീനിന് ചുറ്റിയിട്ടുള്ള മീനിൽ നിന്നുള്ള വേരിയൻസ്, അതാണ് നമ്മൾ റിസ്ക് ഇൻഡെക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നൗ ഹാരി മാർക്കോവിറ്റ്സ് മോഡൽ ഇസ് ഓൾസോ നോൺ ആസ് മീൻ വേരിയൻസ് മോഡൽ എന്ന് അറിയപ്പെടുന്നുണ്ട്. നൗ ഈ ഒരു എന്താ പറയുക, ഈ ഒരു മോഡലിന് കുറച്ച് അസംഷൻസ് ഉണ്ട്. ഓക്കെ, അസംഷൻ 1, ഇൻവെസ്റ്റേഴ്സ് ആർ റാഷണൽ. ഇൻവെസ്റ്റേഴ്സ് റാഷണൽ ആണ്. ഓക്കെ, നമുക്കറിയാം ദാറ്റ് ഈസ് എനിത്തിങ് ബട്ട് ട്രൂ. റിയാലിറ്റി ഈസ് ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് ആർ നോട്ട് റാഷണൽ അറ്റ് ഓൾ. കാരണം പേടി വരുമ്പോൾ ഒറ്റയടിക്ക് ഇതിൽ റിയാക്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് വേ, ദേ ആർ ഇമോഷണൽ. ഓക്കെ, ആൻഡ് ഈ റാഷണാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഹയർ റിസ്ക് സെക്യൂരിറ്റീസ് എടുക്കണമെങ്കിൽ ഹയർ റിട്ടേൺസിൻ്റെ പോസിബിലിറ്റി ഉണ്ടാവണം. ഓക്കെ, ജനറലി പീപ്പിൾ എന്താ പറയുക, നല്ല റിസ്ക്കും വെരി ലിറ്റിൽ പ്രോഫിറ്റും കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ സാധാരണ റാഷണൽ ആയിട്ടുള്ള ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. ഓക്കെ, ദെൻ ഇൻഫർമേഷൻ ഇസ് റെഡിലി അവൈലബിൾ. മാർക്കറ്റ് എഫിഷ്യൻ്റ് ആണ്. ഇതിനകത്തൊരു വേറൊരു സംഭവമുണ്ട്, മാർക്കറ്റ് ഇസ് എഫിഷ്യൻറ്റ്. അതുകൊണ്ട് തന്നെ എല്ലാ ഇൻഫർമേഷൻ മാർക്കറ്റിൽ റെഡിലി അവൈലബിൾ ആണ്, അത് റെഡിലി അബ്സോർബ് ചെയ്യുന്നതാണ്. പിന്നെ ദെൻ ദർ ഇസ് another assumption is that unlimited borrowing and lending of capital at a risk-free rate. റിസ്ക്-ഫ്രീ റേറ്റ് എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ട്രഷറി ബിൽസ് അല്ലെങ്കിൽ ബോണ്ടുകൾ റേറ്റ് ഉണ്ടല്ല, ആ റേറ്റിൽ തന്നെ ഈ പറഞ്ഞിട്ടുള്ള അൺലിമിറ്റഡ് എത്രയാണ് പൈസ ആവശ്യം അത്രയും നമുക്ക് ബോറോ ചെയ്യാം അല്ലെങ്കിൽ കടം കൊടുക്കാം. ക്ലിയർ? ദെൻ ഇതിനകത്ത് നമ്മൾ ഇറ്റ്സ് കോസ്റ്റ്. ഓക്കെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഡസ് നോട്ട് കൺസിഡർ ദി ട്രാൻസാക്ഷൻ കോസ്റ്റ് ഓർ ടാക്സ്. ഈ ഒരു തിയറിയിൽ നമ്മൾ ട്രാൻസാക്ഷൻ കോസ്റ്റും ടാക്സും അസ്യൂം ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, it is possible to select securities whose individual performances is independent of the portfolio investment. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ A, B, C എന്ന് പറഞ്ഞിട്ടുള്ള സെക്യൂരിറ്റീസ് ഉണ്ടെന്ന്. It is possible to select securities whose individual performance is independent of other portfolios. That is, Aയുടെ individual performance is not dependent on B or C. അതായത് അവർ തമ്മിൽ കാര്യമായിട്ടുള്ളൊരു കോറിലേഷനോ വേരിയൻസോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഓക്കെ, so that is the assumptions with regard to the model. ഇനി നമുക്ക് നോക്കേണ്ടത് according to Harry Markowitz, what is an efficient portfolio? Now according to this model, a portfolio is said to be efficient if it's expected to yield the highest possible return for the lowest risk or a given level of risk. Okay, ഒരു given level of risk അതിനകത്ത് ഏറ്റവും ഹയസ്റ്റ് റിട്ടേൺസ് ഏതാണോ തരുന്നത് അതാണ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ. നൗ
ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ഇമാജിൻ യു ഗോട്ട് ഡിഫറെൻറ്റ് പോർട്ട്ഫോളിയോസ്. ഓക്കെ, പോർട്ട്ഫോളിയോ 1, പോർട്ട്ഫോളിയോ 2, പോർട്ട്ഫോളിയോ 3, പോർട്ട്ഫോളിയോ 4. Okay, this is your expected return, this is your risk. Okay, now expected return, imagine it is imagine portfolio 1 gives an expected return of maybe 10%, portfolio 2 gives maybe 12, portfolio 3 13, portfolio 4 15%. Okay, now expected risk നമുക്ക് വേണമെങ്കിൽ ഇതിൽ നോക്കാം. Imagine portfolio 1-ൻ്റെ റിസ്ക് എന്ന് പറയുന്നത് 5% ആൻഡ് പോർട്ട്ഫോളിയോ 2-ൻ്റെ റിസ്ക് എന്ന് പറയുന്നത് നമുക്കറിയാം, വി ആർ എക്സ്പ്രസിങ് ഇറ്റ് ഇൻ ബേസിസ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസ്. ഓക്കെ, നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈ കേസിൽ എടുക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5, പോർട്ട്ഫോളിയോ 2-ൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നതും 5 തന്നെ എടുത്തോ. ഓക്കെ, നമുക്കൊരു ചെറിയ ചേഞ്ച് ഇവിടെ ചെയ്യാം. ഐ വോണ്ട് ടു എക്സ്പ്ലെയിൻ അനദർ കൺസെപ്റ്റ്. പോർട്ട്ഫോളിയോ 3-യുടെ ഇതും expected returns 13 തന്നെ എടുക്കാം. Now imagine the risk over here is maybe 7% and 13 is maybe 9. Okay, now I want you to focus on these two. ഇങ്ങനെ രണ്ട് ഏരിയാസ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, now ഈ രണ്ട് കേസിൽ പോർട്ട്ഫോളിയോ 1 and 2 മാത്രം എടുക്കുകയാണെന്ന് വെച്ചോ, പോർട്ട്ഫോളിയോ 1 and 2-ലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രണ്ടിനും സെയിം എന്താണ്, I'll choose a different color for you to understand. Okay, portfolio 1-ന് 5% risk, 5 ആണ് standard deviation and 2 also has the same level of risk. Now expected return നോക്ക്, 1-ന് 10%, 2-ന് 12% ആണ്. സോ നോർമലി റിസ്ക് ഒരേ ലെവലിലുള്ള റിസ്ക് ആണെങ്കിൽ നമ്മൾ ഏത് പോർട്ട്ഫോളിയോ ചൂസ് ചെയ്യുക? നാച്ചുറൽ കോമൺ സെൻസ് ആയിട്ടുള്ള കാര്യം എന്താ, നമ്മൾ പോർട്ട്ഫോളിയോ 2 ചൂസ് ചെയ്യും അമംഗ്സ് ദീസ് 2. ഈ രണ്ടെണ്ണത്തിൽ നമ്മൾ സെയിം ലെവൽ ഓഫ് റിസ്ക് ഗിവൺ നമ്മൾ ഹയർ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ് ചൂസ് ചെയ്യുക. സോ ദിസ് ഇസ് ദ വൺ വിച്ച് വി ചൂസ്. നൗ ടേക്ക് എ ഡിഫറെൻറ്റ് സിനാരിയോ. എക്സ്പെക്റ്റഡ് റിട്ടേൺ ഇസ് ദ സെയിം ഫോർ ബോത്ത്. രണ്ടിൻ്റെയും എക്സ്പെക്റ്റഡ് റിട്ടേൺ ഇസ് ദ സെയിം, ബട്ട് വൺ സെക്യൂരിറ്റി ഹാസ് എ ഹയർ റിസ്ക് ആൻഡ് ദി അതർ വൺ ഹാസ് എ ലോവർ റിസ്ക്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ വെൻ ദി എക്സ്പെക്റ്റഡ് റിട്ടേൺ ഇസ് സെയിം, വി ചൂസ് ദ വൺ വിത്ത് ദി ലോവർ റിസ്ക്. ഓക്കെ, സിമിലർ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണെങ്കിൽ നമ്മൾ ലോവർ റിസ്ക് ഏതാണോ അതായിരിക്കും നമ്മുടെ ഇതിൽ ഓപ്റ്റിമൽ അല്ല എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ക്ലിയർ? സോ ഹോപ്പ് യു ആർ ക്ലിയർ ഓൺ ദിസ് കൺസെപ്റ്റ്. ഇനി നമുക്ക് അടുത്തൊരു ഏരിയയിലേക്ക് നമുക്കും കൂടി കടക്കാം. ദാറ്റ് ഈസ് നോൺ ആസ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ. ഓക്കെ, എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ കാണുമ്പോൾ, ടെക്സ്റ്റിനുള്ള കണ്ടൻറ്റും വായിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി ഫോളോ ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടാകും. ഐ ട്രൈ ടു എക്സ്പ്ലെയിൻ ഇറ്റ് ആസ് സിംപ്ലി ആസ് പോസിബിൾ. നൗ ജനറലി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇഫ് യു ആർ നമ്മളൊരു ഗ്രാഫ് നമ്മൾ വരയ്ക്കാം, വേർ ദിസ് റെപ്രസെൻറ്റ്സ് ദി റിസ്ക്. ഈ റിസ്ക് നമ്മൾ പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന ബേസിസിലാണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലാണ് നമ്മൾ ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്, എക്സ് ആക്സിസ്, ആൻഡ് യുവർ വൈ ആക്സിസ് ഇസ് ദി എക്സ്പെക്റ്റഡ് റിട്ടേൺ. ഓക്കെ, എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ്. നമ്മൾ ജനറലി നമുക്കറിയാം എത്രത്തോളം ജനറൽ പ്രിൻസിപ്പിൾ എന്താണ്, ഹയർ ദ റിസ്ക്, ഓക്കെ, ഹയർ ദ റിസ്ക് ഹയർ ഇസ് ദി റിട്ടേൺ എക്സ്പെക്റ്റഡ്. റിസ്ക് ലോവർ ആണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേണും ലോവർ ആണ്. റൈറ്റ്, ദിസ് ഇസ് ദ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ ജനറലി എങ്ങനെയാണ് പോണേ, ഒരു പർട്ടിക്കുലർ ഇമാജിൻ ദർ ഇസ് ഇപ്പോൾ ഏറ്റവും റിസ്ക് ഫ്രീ ആയിട്ടുള്ള എലമെൻറ്റ് ചില നമ്മൾ ട്രഷറി ബിൽസ് എന്നൊക്കെ പറയില്ലേ, അതിനാണെങ്കിൽ പോലും നമ്മളൊരു നോർമൽ സെൻസിൽ നമ്മുടെ കോമൺ തോട്ട് പ്രോസസ്സിൽ എങ്ങനെയാണ് വരുന്നത്, ഏകദേശം ഈ ഒരു ലൈനിലായിരിക്കും നമ്മുടെ, ഐ ജസ്റ്റ് ചൂസ് എ ഡിഫറെൻറ്റ് കളർ. ഓക്കെ, ഏകദേശം ഈ ഒരു ലൈനിലായിരിക്കും നമ്മുടെ റിസ്ക് റിട്ടേൺ ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് നോക്കുന്നത്. ഫോർ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇമാജിൻ വി ആർ എന്താ പറയുക, ഇത് 100% ഈക്വിറ്റി, ഓക്കെ, സ്റ്റോക്സ് അല്ലെങ്കിൽ ഇക്വിറ്റി, ഇത് 100% ട്രഷറി ബിൽസ്. ഓക്കെ, ഈ പോയിന്റ്. ഓക്കെ, സോ മാക്സിമം റിസ്ക് നമുക്കറിയാം
ഈ പറഞ്ഞിട്ടുള്ള 100% ഇക്വിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീംലി റിസ്കി ആയിട്ടുള്ളൊരു പോർട്ട്ഫോളിയോ ആണ്. ബട്ട് ഓൺ ദി അതർ ഹാൻഡ് 100% ട്രഷറി ബിൽസ് ആണെങ്കിലോ എക്സ്ട്രീംലി സേഫ് ആണ്. അതുകൊണ്ടാണ് റിസ്ക് ഇവിടെ ഭയങ്കര കുറവ്. ഓക്കെ, ഇവിടെ റിസ്ക് 0 ആണ്, ഓൾമോസ്റ്റ് 0 ആണ്. സോ ടെക്നിക്കലി നമുക്ക് 100% റിസ്ക് ഫ്രീ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാവില്ല. നമുക്കറിയാം റിസ്ക് ഇസ് ഡിവൈഡഡ് ഇൻടു 2, യുവർ സിസ്റ്റമാറ്റിക് റിസ്ക് ആൻഡ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു നമ്മുടെ ഒരു എന്താ പറയുക, ആ ഒരു നിങ്ങൾക്ക് സംഭവം മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ വി ആർ അസ്യൂമിങ് ദർ ഇസ് 0, നോ റിസ്ക്. ഓക്കെ, ട്രഷറി ബില്ലിന് നോ റിസ്ക് എന്ന രീതിയിൽ നമ്മൾ ഇതാണ്. ദിസ് ഈസ് ദി കോമൺ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹൗ തിങ്സ് ആർ. പക്ഷേ റിയാലിറ്റി ഇതല്ല. റിയാലിറ്റി ഈസ് ഫാർ ഫ്രം ദിസ്. റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം നിങ്ങൾ വെൻ യു ലുക്ക് അറ്റ് ദി റിയാലിറ്റി ഇതേ സാധനം തന്നെ, സെയിം തിങ്, അടിയിൽ റിസ്ക് which is expressed as standard deviation and expected return. The reality is that the curve of portfolio is more or less like this. Okay, നേരത്തെ നോക്കിയ ലൈൻ എന്ന് പറയുന്നത് ഇതെല്ലാം ഈ പറഞ്ഞിട്ടുള്ള പോർട്ട്ഫോളിയോസ് ആണ് കേട്ടോ. ഈ ലൈൻ നമ്മൾ വരയ്ക്കുന്നത് പോർട്ട്ഫോളിയോനെ കുറിച്ചുള്ളതാണ്. Now this line represents the portfolios, various portfolios. Now anything below these, ഇവിടെ പല types of portfolios ഉണ്ടാവും. Okay, which contains this point contains a specific level of risk at a specific level of return. ഇതിൻ്റെ മുകളിലേക്ക് കാര്യമായിട്ട് ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ. ഇതിൻ്റെ അടിയിലുള്ള സാധനങ്ങളാണ് പോസിബിലിറ്റീസ്. ആൻഡ് ദിസ് ലൈൻ ഇസ് ദി മോസ്റ്റ് എഫിഷ്യൻറ്റ് വൺ. ഇതിനകത്ത് എവിടെ തൊട്ടാലും ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. Now what you have to understand, what is efficient portfolio frontier എന്ന് പറയുന്നത്, ഈ ഒരു പോയിന്റ് ഇതിവിടെ നിന്നാണ് ഏറ്റവും ലോവസ്റ്റ്. ഇഫ് യു ലുക്ക് അറ്റ് ദിസ് പോയിന്റ് gives you a specific level of risk. Okay, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ലൈൻ നിങ്ങൾ നോക്കുന്നതുണ്ടല്ലോ, it represents a specific level of risk. Now ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, I'll choose a different color to express this. Sorry. Now ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, this is one level of return. Okay, this is also another level of return. Now what is your understanding in this? At a given level of, say for example, imagine this is A. At level A risk, A എന്ന് പറഞ്ഞ റിസ്ക് ലെവലിൽ this, ഇപ്പോൾ imagine this is 1, this is 2. Okay, അല്ലെങ്കിൽ നമുക്ക് 10 and 20% എടുക്കാം. 10%, 20%. At a given level of risk A, portfolio X gives 10% return and portfolio Y gives 20% return. അല്ലേ? റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇപ്പോൾ 100% ബോണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് റിസ്ക് ഉണ്ടാവും. ഓക്കെ, പക്ഷേ നമ്മൾ കുറച്ചേശ്ശെ നമ്മൾ ഇക്വിറ്റി ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റാർട്ട്സ് ഗിവിങ് യു ഹയർ റിട്ടേൺസ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തിരിവ് വരുന്നത്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ 100% ബോണ്ട് നമ്മളിപ്പോൾ ഇക്വിറ്റി ചേർത്താൽ പോലും നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള റിസ്ക് ഒരു കുറച്ചേശ്ശെ ശകലം രീതിയിൽ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റാറുണ്ട്, ശകലമായിട്ട്. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു ടേണിങ് വരുന്നത്. ഓക്കെ, ആൻഡ് ദർ ഇസ് എ പെർട്ടിക്കുലർ ലെവൽ ഓഫ് പെർസെൻറ്റേജ് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ്. തിയറി ഇൻ പ്രാക്ടിക്കൽ സെൻസ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രാക്ടിക്കൽ സെൻസിൽ ഒരു ഹൈപ്പർബോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഹൈപ്പർബോളാണ് ഈ ഒരു സംഭവം ഇങ്ങനെ ഒരു ടേണിങ് വരുന്നത്. ഓക്കെ, സോ ഇവിടം തൊട്ടുള്ള പോയിന്റ്, ഓക്കെ, ഈ ഏകദേശം ഇവിടം തൊട്ടുള്ളൊരു പോയിന്റ്, ഈ ഒരു ഏരിയ, ദിസ് ഏരിയ ദിസ് ലൈൻ ദാറ്റ് യു സീ, ഓക്കെ, ദിസ് ലൈൻ ഈസ് നോൺ ആസ് ദി എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ. നൗ ഈ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൽ എവിടെ തൊട്ടാലും ഏത് പോയിന്റിൽ എടുത്ത പോർട്ട്ഫോളിയോ എടുക്കുകയാണെങ്കിലും ഇറ്റ് ഈസ് എഫിഷ്യൻറ്റ്. മാക്സിമം, ഏറ്റവും മാക്സിമം ആയിട്ടുള്ള റിട്ടേൺസ് ആണ്. അതിനെ ഈ ലൈനിൻ്റെ അടിയിൽ വേറെ എവിടെയെങ്കിലും തൊട്ടാലും, ഈ പോയിന്റുകൾ വേറെ എവിടെയെങ്കിലും തൊട്ടാലും it is not as efficient as this one. That is the explanation for what an efficient frontier is, and hope you're clear with this. This is what is in our mind, but the reality is this. Clear? Hope you're ഈ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് വൃത്തിയായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പ്ലീസ് if a question is asked regarding Markowitz model, mention these theoretical parts that I have mentioned, the assumptions, talk about what is an efficient portfolio, give an example for what is an efficient portfolio, and efficient frontier എന്താണെന്നുള്ളതും കൂടി മെൻഷൻ ചെയ്യാം.
Okay, so hope you are clear on this content. In case of any doubts, please feel free to message me on my WhatsApp. Okay, so thank you.